തീർച്ചയായും അത് അങ്ങേയറ്റം സ്വീകരിക്കാൻ പാടില്ലാത്തൊരു നടപടിയാണ്. കാരണം ഇവിടെ ഉണ്ടായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരങ്ങൾ അറിയിക്കും. ആ വിവരങ്ങൾ അറിയിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സീല് അതിനകത്തുണ്ടാവുക എന്നത് അവിശ്വസനീയമായ കാര്യമല്ല. എങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുക? ഇതേതെങ്കിലും ഒരാൾക്ക് പറ്റുന്ന ഒരു കൈപ്പിഴയായിട്ട് കണക്കാക്കാൻ പറ്റുമോ? അങ്ങനെ വരുമോ? ഒരുപാട് ഉദ്യോഗസ്ഥർ ഈ കാര്യങ്ങൾ നോക്കേണ്ടതല്ലേ. അപ്പോൾ വളരെ തെറ്റായ ഒരു നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. ആ തെറ്റായ നടപടി സംബന്ധിച്ച് ഇത് അന്വേഷണം നടക്കുന്നുവെന്ന് നമ്മുടെ കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ എന്താണ്? അത് നാടാകെ അറിയേണ്ട കാര്യമാണ്. ആരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നാടിന് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങേയറ്റം തെറ്റായൊരു കാര്യം നടന്നാൽ ആ തെറ്റായ കാര്യത്തെക്കുറിച്ച് സ്വാഭാവികമായും വിമർശനമുണ്ടാകുമല്ലോ. അത് വിമർശിക്കുമല്ലോ, എല്ലാവരും വിമർശിക്കുമല്ലോ. ഞാനിപ്പോൾ നടത്തുന്ന ഒരു വിമർശനമാണല്ലോ. ആ വിമർശനം സ്വാഭാവികമല്ലേ. ആ വിമർശനം ഉന്നയിച്ചു എന്നതിൻ്റെ മേലെ അവരുടെ പേരിൽ കേസെടുക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചതിൻ്റെ ഭാഗമായിരിക്കുമല്ലോ പോലീസ് നടപടി. അത്തരമൊരു നടപടി എങ്ങനെയുണ്ടായി? അത് വിമർശനങ്ങളെ തടയുന്നതിന് വേണ്ടിയുള്ള നടപടിയല്ലേ. വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുതയല്ലേ കാണിക്കുന്നത്. അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ പെരുമാറാൻ പാടുള്ളൂ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇത്തരം നടപടികളിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ടുണ്ട്. വിമർശനങ്ങൾ പാടില്ല എന്ന തരത്തിൽ ജനാധിപത്യ സംവിധാനത്തിൽ നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല. ഇതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ, CEC തന്നെ ഫലപ്രദമായി ഇടപെടേണ്ടതാണ്. ആ കാര്യം CECയെയും അറിയിക്കുന്നുണ്ട്. ആ കാര്യം പറയാൻ ഞാനാരുമല്ല. ഞാൻ നിങ്ങളെ പോലെ തന്നെ പിണറായി വിജയൻ എന്നൊരു വ്യക്തിയായിപ്പോൾ ഞാനല്ല പോലീസിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അതെല്ലാം അവർ വ്യക്തത വരുത്തേണ്ട കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം, അല്ലെങ്കിൽ എനിക്ക് ഊഹിക്കാൻ കഴിയുന്നിടത്തോളം, ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശം അനുസരിച്ചായിരിക്കും പോലീസ് ഈ പ്രവർത്തനം നടത്തിയിട്ടുണ്ടായത്.